ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വെറുതെ തന്നെ കൂട്ടുകാരനായിട്ട് വിയർ കളിക്കാൻ പോവാണ് ഗായ്സ്. ഡുവയാണ് കളിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ ചെന്ന് ഗായ്സ്. ഗായ്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും നമ്മൾ ഷെയറൊക്കെ ചെയ്യണേ, സപ്പോർട്ടൊക്കെ ചെയ്യണേ ഗായ്സ്. കളി തുടങ്ങും ഗായ്സ്. ആരെയാ ചക്കായി പോയി ഗായ്സ്, അതിങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ വരും ഗായ്സ്. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ കളി സ്റ്റാർട്ടാവാറായി ഗൈസ്. അപ്പോഴത്തേക്ക് കളി സ്റ്റാർട്ടായിട്ട് വേണം. അപ്പോൾ സ്റ്റാർട്ടായി ഗൈസ്. അപ്പോൾ എൻ്റെ എന്നെ കൂടി ഞാൻ ഇറങ്ങാൻ വിചാരിച്ചത് ഇവിടാണ് ഗൈസ്. എന്തായിരുന്നു ക്യാപ്റ്റൗണില്ല, എവിടെയാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങോട്ട് പോകണം ഗൈസ്. ഫസ്റ്റ് മില്യ അങ്ങനെ വിചാരിച്ചത്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് മാറി നേരെ ക്യാപ്റ്റൗണിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇപ്പം ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സിലൊരു കൂട്ടുകാരനുണ്ട് ഗൈസ്, ആദിൽ എന്ന് പറയാൻ അവനായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഈ ക്യാപ്റ്റൗണിലോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ അവിടെ ചെല്ലും. അവിടെ മറ്റേ ചെന്നില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലത്തെ മറ്റേ ഒരു വീടുണ്ടല്ലോ, ഒരു പച്ച, ആ വീട്ടിൽ കയറി ലൂട്ടൊക്കെ എടുത്ത് അവിടുന്ന് കാറൊക്കെ എടുത്തുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ ബോക്സ് തുറന്നു ഗൈസ്. ബോക്സ് തുറന്നപ്പോൾ ഒരു N94 കിട്ടി. അപ്പോഴത്തേക്ക് പിന്നെ അകത്തോട്ട് ഓടി ചെന്ന് അതോടെ ഞാൻ ഒരു തോക്കൊന്നുമില്ല. പിന്നെ ഇവിടെ വെച്ച് കിട്ടിയത് മറ്റേ G36 ആണ്. ഞാൻ നേരെ കാർ എടുക്കാൻ വേണ്ടി പോയി ഗൈസ്. അപ്പോഴത്തേക്ക് കാർ എടുക്കാൻ പോവാം. കാർ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അവനെ കണ്ടില്ല. അപ്പോൾ അവനെ കയറ്റാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ ഓടിയാണ്. ഞാൻ വിചാരിച്ച അവൻ കയറി. ഇപ്പോൾ അവൻ എടുത്തപ്പോൾ അവൻ തന്നെ കയറിയാണ് ചിലപ്പോൾ. പിന്നെ നേരെ ക്യാപ്റ്റൗണിലോട്ടാണ് ഗൈസ് പോകുന്നത്. ക്യാപ്റ്റൗണിൽ കൂട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാപ്റ്റൗണിൽ എത്തുമ്പോൾ ചെന്നറിഞ്ഞ വണ്ടി ഞാൻ സൈഡിലോട്ട് ഇട്ടിട്ട് ചെന്നറിഞ്ഞ് നല്ല ലൂട്ടൊക്കെ അടിച്ച് ഗൈസ്. നമ്മൾ ചെന്നറിഞ്ഞ് അടി തന്നെ P90 എടുക്കുന്നുണ്ടായിരുന്നു. P90 അടിച്ച് പിന്നെ മണ്ടക്കോട്ട് പോയി. മണ്ടയ്ക്ക് വല്ല തോക്കുന്നുണ്ടോ. മണ്ടയ്ക്ക് എന്നപ്പോൾ ഇവിടെ ഇത് കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ്, എക്സമേറ്റ് എടുത്തു. പിന്നെ ഞാൻ നേരെ അവനെന്തോ അടിക്കുന്ന ഒച്ചയായിട്ട് ഗൈസ്. മറ്റേ സാധനം പൊട്ടിക്കുന്നതായിരുന്നു. ഞാൻ ഒച്ചയായിട്ടിൽ പെരുമാന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ഗൈസ് അങ്ങോട്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ മറ്റേ ഇവിടെ പച്ചക്കറി സാധനമില്ല, മറ്റേ ഇത് കത്തില്ല മെഡ്, അത് അടിച്ച് പൊട്ടിച്ച് ഞാൻ അതടിച്ച് പൊട്ടിച്ചിട്ട് ഞാൻ വേറെ കൈ വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടെന്നാൽ ഈ ലിസ്റ്റ് ഇടാൻ വിചാരിച്ചാണ് പോകുന്നത് ഗൈസ്. ലിസ്റ്റ് ഇടാൻ പോകുന്നത് ഗൈസ്. ഇവിടെയൊക്കെ തന്നെ ഒരു നല്ല തോക്ക് പോലില്ല. ഈ തോക്കായാലും നമുക്ക് കളിക്കാൻ ഗൈസ്. എക്സമേറ്റും P90 നമ്മളിനി ലിസ്റ്റ് ഇടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ് ഗൈസ്. അപ്പം നമ്മളിവിടെ ചെന്നപ്പോൾ പിന്നെ അത് മാക്ടറാണ് നടക്കുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അപ്പോഴത്തേക്കും ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ഓടുമായിരുന്നു ഗൈസ്. വണ്ടി അവിടെ ഇല്ല നമ്മളിട്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിലപ്പോൾ അപ്പോൾ വണ്ടി എടുത്ത് തന്നെ ഗൈസ്. അപ്പോൾ വണ്ടി എടുത്തിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. വളച്ചിട്ട് റിവേഴ്സെടുത്ത് വളച്ചിട്ട് അവൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ ചെല്ലും ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ വിചാരിച്ചാൽ പിന്നെ ലിസ്റ്റ് ഞാൻ പിന്നെ പറഞ്ഞു ഗൈസ്. ഈ ലിസ്റ്റ് ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അവൻ ഓടി വന്ന് വണ്ടി കയറി ഗൈസ്. കുറേ പ്രാവശ്യം കിടന്ന് ഓണൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഏതാ പീക്കിലായിരുന്നു. പിന്നെ നേരെ പീക്കിലോട്ട് പോയി ഗൈസ്. പീക്കിലോട്ട് കാണാം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടിക്ക് സ്പീഡൊന്നുമില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ. ഒരു വണ്ടിക്ക് പണ്ടത്തെ ഒരു സ്പീഡൊന്നുമില്ല ഗൈസ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെത്തി ഗൈസ്. പീക്കിൻ്റെ സൈഡെത്തി. പിന്നെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ പുറകെ പോകാമെന്ന് വിചാരിച്ചു പോകാം ഗൈസ്. പിന്നെ സ്പീഡിലാണ് എന്നിട്ട് പറഞ്ഞത്. അതൊക്കെ ചെന്നിട്ട് കാണാം ഗൈസ്. സ്പീഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കുറേ വിവാളൊക്കെ കിടക്കും. ഞാനിപ്പം ചാടിയിട്ട് ഞാൻ എക്സമേറ്റ് സ്പോട്ടിട്ട് ഫിനിഷ് ചെയ്തു. ഇത് ഞാൻ ഡൗണാണ്. പിന്നെ അവൻ ചിലപ്പോൾ ഫിനിഷ് ആക്കണം ഒക്കെയാലോ എന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് ഇത് ലിസ്റ്റ് വായിപ്പാണ്. അപ്പോൾ അവൻ വണ്ടി എടുത്തോളം കൂടി ഞാൻ പിന്നെ വണ്ടി എടുക്കാൻ വേണ്ടി പുറകെ ഓടി ഗൈസ്. അവൻ ലൂട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്ന് ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അടുത്ത ലിസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. അടുത്ത ലിസ്റ്റ് ഇടാൻ വേണ്ടി പോകുമ്പോഴാണ് ഗൈസ് അടുത്ത ലിസ്റ്റ് ഇടുന്ന ബോട്ട് നോക്കിയാണ് ഞാൻ വിചാരിച്ച് വച്ച് പിടിക്കുന്നത്. പിന്നെ പിടിക്ക് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ബോട്ട് നോക്കി നോക്കാറുണ്ട്. ബോട്ട് നോക്കില്ല. ഫാക്ടറി ഇവൻ്റ് വന്നുകൊണ്ട് ഫാക്ടറിയുടെ ബുക്ക് ചെയ്തിട്ട് കളിക്കുന്നു. പണ്ടൊക്കെ നേരെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. നേരെ ഫാക്ടറി നമ്മളിപ്പോൾ കോച്ചിനോക്കിലോട്ട് പോയി. കോച്ചിനോക്കി ചെന്ന് അപ്പോഴത്തേക്ക് വെഞ്ചി മെഷീൻ എടുത്തോട്ട് എന്ന് ഗൈസ്.
പിന്നെ ലിസ്റ്റ് ഇടാൻ പോകണം. ലിസ്റ്റ് ഇട്ടപ്പോൾ അത് അടുത്ത് തന്നെ നമ്മുടെ തൊട്ട്. ഇപ്പോൾ വണ്ടി എനിക്ക് വണ്ടി കയറാൻ പറ്റില്ല, അവിടെ കിടക്കണം. അവന് എൻ്റെ അടുത്ത് ചിലപ്പോൾ പറയാൻ ഓടിച്ചാൽ എനിക്ക് വണ്ടി എടുത്തോണ്ട് വരാം. അപ്പോൾ ഞാൻ വണ്ടി എടുത്തോണ്ട് വരും ഗൈസ്. ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ മുമ്പിലുണ്ടെന്ന് ഫസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ വീടിനകത്തൊന്നും കണ്ട. പക്ഷെ ഇപ്പോൾ അപ്പുറത്തോട്ട് ഓടിക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തോട്ട് പോവാണ് ഗൈസ്. അവിടെ ചെന്ന് പോയി നിൽക്കും. പിന്നെ മറ്റേ എന്തുവാ മെഡ് കയറുന്ന സാധനം ഇട്ട് ചിലപ്പോൾ ചാടിയിട്ട് പുറകിലോട്ട് പോയി ഗൈസ്. പിന്നെ ഞാൻ ചാടി ചെന്നപ്പോൾ തന്നെ അവൻ നോക്കിയിട്ട് ഗൈസ്. അപ്പോഴത്തേക്ക് അവനൊരു കില്ലെടുത്തു ഗൈസ്. അപ്പോഴത്തേക്ക് അടുത്തൊരു ലിസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. ലിസ്റ്റ് ഇടാൻ വേണ്ടി പോയി വണ്ടി പോവാണ് കൂടി കിടക്കാൻ. പിന്നെ വണ്ടി സ്ഥലത്ത് പോയപ്പോൾ അപ്പോഴത്തേക്ക് ചിലപ്പോൾ അവന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇനി അവനും ഡൗണായി. പിന്നെ അടുത്ത അവൻ ലിസ്റ്റ് ഇടും ഗൈസ്. ഇപ്പോൾ അടുത്ത ലിസ്റ്റ് ഇപ്പോൾ കാണാം. ഞാൻ ചെല്ലാൻ അവനിട്ട് അപ്പോഴത്തേക്ക് ആ ലിസ്റ്റ് കണ്ടത് ഫാക്ടറിയിലാണ്, തൊട്ടടുത്ത് തന്നെ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ വണ്ടി കയറിയിട്ട് അവൻ നേരെ വിചാരിച്ച് ജീപ്പ് എടുക്കാൻ പോവാണ്. പക്ഷെ ജീപ്പ് എടുത്തില്ല, നമ്മളെ വണ്ടിയിൽ തന്നെ കയറി. അവനെ റൂട്ട് എടുക്കുന്നത്. പിന്നെ അവന് കയറിയിട്ട് ചെന്ന് നേരെ ഫാക്ടറിൻ്റെ പുതിയ ഇവൻ്റൊക്കെ ആയതുകൊണ്ട് വാങ്ങിയത്. ഞാൻ ഇവിടെ പ്ലെയിനാന്ന് വിചാരിച്ച് ഓടിച്ചത്, പക്ഷേ ചാടി വന്നു. അപ്പോഴത്തേക്ക് സ്പീഡിൽ ചെന്നപ്പോൾ തന്നെ അറിയാതെ ഇടിച്ച് ഗൈസ്, കണ്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ അവനെ വണ്ടി കയറി. ഞാൻ കയറാൻ പറഞ്ഞു. പിന്നെ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി. വല്ല ആരെങ്കിലും നോക്കാൻ വണ്ടി എടുത്തോണ്ട് സ്പീഡിൽ പോകേണ്ട ഗൈസ്. എനിക്ക് ഞാൻ വണ്ടി എടുത്തോണ്ട് ചേർന്നു. എല്ലാമെന്ന് വിചാരിച്ച ചെറിയ കൂട്ടയാണ്, അതിനകത്തൂടെ ഒന്നും വണ്ടി കയറുന്നില്ല. റിവേഴ്സ് എടുത്ത് പിന്നെയും ഞാൻ പോകാൻ നോക്കില്ല അങ്ങോട്ട്. അപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ട് ഇവിടെ വണ്ടി ഒഴിച്ച് കയറ്റിയപ്പോൾ തന്നെ ഒരുത്തന്നെ മൂലികൾ വന്നിട്ട് അപ്പോൾ അവനെ കേൾക്കുന്നു. പിന്നെ വണ്ടി മൂടി. പിന്നെ ഞാനത് അടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അടിച്ചോടിച്ച് പിന്നെയും വണ്ടി എടുത്ത് ഇങ്ങനെ അപ്പത്തേക്ക് ഡൗൺ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എളുപ്പം പൊക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണം ഗൈസ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ എളുപ്പം അവിടെ ചെന്നിട്ട് 2-3 ഗ്ലൂ ഒക്കെ ഉണ്ട് ഗൈസ്. പുറത്തൊരു അവൻ്റെ അടുത്ത് എളുപ്പം ചാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എളുപ്പം ഒരു ഗ്ലൂവും കൂടെ ഇട്ട് അവനെ പൊക്കിയിട്ട് ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് അടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ് ഗൈസ്. ഇവിടുന്ന് വണ്ടി എടുത്തില്ല, വണ്ടി കൊടുത്താൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഇത് അടിക്കാമെന്ന് വിചാരിച്ചങ്ങോട്ട് സൈഡിൽ കൂടെ വലിഞ്ഞ് അവനെ പുറകിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ച് തരിക. 2 പേരുണ്ട്, 3-4 സ്കോഡുണ്ട് ഗൈസ്. തേർഡ് പാർട്ടി ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. നോക്കാം, നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ചെന്നപ്പോൾ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ മറ്റേ എൻ്റെ ടീമേറ്റ് വന്ന് അപ്പം തന്നെ ഡൗൺ അവനെ കുത്തിപ്പിടിച്ച് വന്നു അവിടെ നിന്ന്. ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ ചത്തു. ഞാൻ പിന്നെ വന്ന ആ വഴി തന്നെ തിരിച്ച് കയറിപ്പോയിട്ട് പൊക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോഴത്തേക്ക് അവൻ്റെ ലൈക്കൊക്കെ അടിക്കുന്നുണ്ട്. അവൻ പൊക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി പൊരുത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിയും. അവനൊന്നും മൈൻഡ് ചെയ്യാൻ എനിക്ക് അടി കിട്ടുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു അടി കിട്ടും, എനിക്കല്ലേ വേറെ ആർക്കും അടി കിട്ടുക. അപ്പം ഇങ്ങനെ നമുക്ക് വിട്ടു ഗൈസ്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാറി ഇറങ്ങിക്കോളാം. അപ്പോഴത്തേക്ക് അവൻ മാറി ഇറങ്ങി ഗൈസ്. അപ്പോഴത്തേക്ക് ഞാനിവിടെ തന്നെയാണ്. ഞാനിവിടെ നോക്കിയപ്പോൾ ലിസ്റ്റ് അവിടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ പോയിട്ട് അവനെ അടിക്കാമെന്ന് വെച്ച് പോവാണ് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം, മറക്കല്ലേ. ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ടൊക്കെ ചെയ്യണേ ഗൈസ്, പ്ലീസ് ഗൈസ് കേട്ടോ. അപ്പം നമ്മളിവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയത് അവൻ റെഡ് ഉടുപ്പിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവനെ സൈഡിലങ്ങ് ഒളിച്ചിരുന്നു ഗൈസ്. ഇതിൻ്റെ പുറകിൽ ഒളിക്കും. ഇവിടെ നിന്ന് വന്നപ്പോൾ വരുന്നു റെഡ് ഉടുപ്പിട്ട്. ഇൽഡിയസ്റ്റിൻ്റെ ടീമേറ്റാന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷേ അപ്പോഴത്തേക്ക് അവൻ എന്നെ കണ്ടെന്ന് തോന്നുന്നു. അവനിപ്പം മറ്റേ ക്യാരക്ടർ ഇട്ട് ഓടിപ്പോയി. ഞാൻ സ്പീഡ് മറ്റേ ഓടി. അവൻ എന്താണെന്നറിയാം, ഞങ്ങൾ ഓടുന്നില്ല. ഞാൻ കയറി അങ്ങ് അടിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഓടിട്ടൊക്കെ ഓടിക്കുക. നേരിട്ട് അവനെ ഫിനിഷാക്കി. അതിൻ്റെ ഓടുവാണ് സോണിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുവാണ്. സോണിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ തന്നെ കുറേ അടി പുറകുന്നു. അറിയാതെ പടാന്ന് പറഞ്ഞ് കയ്യിരിക്കുന്ന എല്ലാ ഗ്ലൂവും പടാന്ന് ഇട്ട് ഗൈസ്. പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ക്യാരക്ടർ ഇട്ട് ഗ്ലൂ ഇല്ല, ഒറ്റ ഗ്ലൂ അത് കയറുന്നു ഗൈസ്. പിന്നെ ക്യാരക്ടർ ഇട്ട് ചിലപ്പോൾ ഇങ്ങനെ ആട്ടി കളിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ആരും അടിക്കത്തില്ല, അടി ഇറത്തുമില്ല. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ മോശമായിട്ടൊക്കെ ഇട്ട് സ്പീഡിട്ട് ഒറ്റ ചാട്ടം നേരെ അവൻ്റെ ടീമേറ്റിൻ്റെ അടുത്തോട്ട് വന്നു. ടീമേറ്റിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പിന്നെ ആ ടീമിൽ ചെന്നപ്പോൾ മണ്ടയ്ക്കുന്നൊരു അടി കിട്ടും. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ചിലപ്പോൾ തറയിലോട്ട് പോയി വെറുതെ. അവൻ്റെ സ്കോഡാന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തറയിലോട്ട് പോയി. മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ അവൻ ഓടി വന്ന്. അപ്പം ഞാൻ പിന്നെ ഈ വീടിൻ്റെ മണ്ടയ്ക്ക് നാരടിക്കുന്നതെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗൈസ്. അപ്പം അവനും വന്ന് മണ്ടയ്ക്കോട്ട്.
അപ്പോഴത്തേക്ക് മണ്ടയ്ക്കെന്നൊക്കെ ഞാൻ നോക്കിയപ്പോൾ റെഡ് ഉടുപ്പിട്ട് നേരത്തെ എന്നെ അവിടെ നിന്ന് അടിച്ചില്ലേ മറ്റേ സോണിൻ്റെ അകത്തുനിന്ന് അവൻ പിന്നെയും മുങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആളെ പോവാണ്. അപ്പം ഇങ്ങനെ നെറ്ററിയാതെ പോയി ഗൈസ്. ഞാൻ പിന്നെ കുറേ പ്രാവശ്യം കഴിഞ്ഞ് ഇവിടെ ഓണടിച്ച് അവൻ ഇറങ്ങി വന്ന് ഗൈസ്. ഇപ്പോൾ കുറേ പ്രാവശ്യം ഓണടിച്ചു. അപ്പോഴത്തേക്ക് അവനിപ്പോൾ ഓടിയത് അവനെന്തോ നെറ്റെന്തോ പോയതാണ്, ഇഷ്യൂ ആയത് നെറ്റ്. ഞാൻ പിന്നെ ഇവിടെ നിന്നില്ല. ഇതിലിപ്പോൾ അങ്ങ് പറഞ്ഞതാണ് സ്പീഡിട്ട്. അതിലിപ്പോൾ അങ്ങ് നേരെ പ്ലാന്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. പ്ലാന്റേഷനിൽ പോകുന്ന വഴി ഇവിടെ അറിയാൻ നിർത്തി പോയി. തീവിനങ്ങ് ചാടി. പിന്നെ ഇതിലിപ്പം പറഞ്ഞാൽ കയറാണ് പ്ലാന്റേഷൻ. അപ്പം അതെന്ന് പറഞ്ഞാൽ പിന്നെയും കയറി നേരെ പ്ലാന്റേഷൻ പോകണം. ഇവിടെ പോയപ്പോൾ ടീമേറ്റിന് നല്ല രീതി അടി കിട്ടുന്നുണ്ടായിരുന്നു. അവൻ ഇവിടെ ചാടി. ഞാൻ പിന്നെ മണ്ടയ്ക്ക് പോയിട്ട് ആ മലയുടെ സൈഡിൽ ചാടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മളിപ്പോൾ ചാടും. ചാടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരും കാണില്ല. ആ ലൂളൊക്കെ അടിച്ചു കൂട്ടിച്ച് നോക്കി, പക്ഷെ അവിടെ ഒന്നും ആരും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കാണുമായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്ക് പോവാം. എന്നപ്പോഴത്തേക്ക് നിൽക്കുന്നു നല്ലൊരു ആമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പിന്നെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ അവൻ ഡൗൺ ഇട്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഇപ്പോൾ തന്നെ കുറേ ലോങ് വീഡിയോ ആയി ഗൈസ്. അതാ ഇപ്പോൾ തന്നെ ഒരു ഇച്ചിരി ആയി. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. സപ്പോർട്ട് ലൈക്കൊക്കെ ചെയ്യണേ ഗൈസ്. ബൈ.